നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രതിപക്ഷ പാർട്ടിക്ക് ക്ഷണം ലഭിച്ചു. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കാണ് ഇപ്പോൾ ക്ഷണം കിട്ടിയിരിക്കുന്നത്. നിയുക്ത മന്ത്രിമാരുമായി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:30 മണിക്ക് ഒരു കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ആകെയുള്ള പ്രതീക്ഷ 12:30ക്ക് ഡൽഹിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിലദ്ദേഹം കയറി പോകുമോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ആളുകളൊക്കെ തന്നെ. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത വന്നു, സുരേഷ് ഗോപി ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന്. കുറച്ച് കഴിഞ്ഞിട്ടേ അദ്ദേഹം ഉണ്ടാകൂ എന്ന രീതിയിൽ സൂചന വരുന്നു. ഡൽഹിയിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞു കേൾക്കുന്നത്? ഈ പട്ടിക കൈമാറിയത് അതിനുശേഷമാണ് ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ പട്ടിക കൈമാറിയത് ഏതാണ്ട് 9 മണിയോട് അടുത്താണ് രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് ഈ പട്ടിക ലഭിച്ചത് എന്നാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് ഈ പട്ടിക ലഭിച്ചതിന് ശേഷമാണ് ഈ നിയുക്ത മന്ത്രിമാരെ ഓരോരുത്തരെയായി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ ആരൊക്കെ പേരുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ 9 മണിക്ക് ഇവരെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത് കൊണ്ടാകാം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ അറിയിപ്പ് ലഭിക്കാനായിട്ട് വൈകുന്നത്. അഥവാ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകൾ ഏവർക്കും മുന്നിലുള്ളതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ 400 സീറ്റുകളിൽ അധികം പ്രതീക്ഷിച്ചിരുന്ന BJP അല്ല ഇപ്പോൾ അധികാരം ഏൽക്കുന്നത്. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ആണ് സഖ്യകക്ഷികളുടെ സഹായത്തോടെ അധികാരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 15ഓളം മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് മാറ്റിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അവർ പറയുന്നത് പോലെ വകുപ്പുകൾ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ ഈ തീരുമാനങ്ങളൊക്കെ നരേന്ദ്രമോദി കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടാകും എന്ന വിധത്തിൽ തന്നെയാണ് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മളോട് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിസഭയുടെ ഭാഗമാകാൻ പറ്റും എന്ന വിധത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അദ്ദേഹം ഇവിടെ പുറപ്പെട്ടിട്ടില്ല, തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹം എല്ലാ MP മാർക്കും ഇന്ന് ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം കൂട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. അല്പസമയത്തിനകം 11:30 മണിയോടുകൂടി ഈ നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആരെയൊക്കെ ക്ഷണിച്ചു, ആരൊക്കെ മന്ത്രിമാരാകും എന്നതിനെ സംബന്ധിച്ച്. ഔദ്യോഗികമായിട്ട് ഈ മന്ത്രിമാരാകുന്നവരുടെ ഒരു പട്ടിക അല്പസമയത്തിനകം ഒരുപക്ഷെ രാഷ്ട്രപതി ഭവൻ പ്രസിദ്ധീകരിച്ചേക്കും. ആ ഘട്ടത്തിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ഏതായാലും ഈ മന്ത്രിസഭയിലേക്ക് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം പ്രധാനമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നു. ഈ തീരുമാനം കൈക്കൊണ്ട പ്രധാനമന്ത്രി ആ ലിസ്റ്റ് രാഷ്ട്രപതി ഭവന് കൈമാറിയിരിക്കുന്നു. രാഷ്ട്രപതി ഭവൻ നിയുക്ത മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.